ഫുർസത് ഖാൻജി ഇന്ന് അവരുടെ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. സയന്റിസ്റ്റുകളുടെ പല വർഷത്തെ അധ്വാനമാണിത്. ഈ സാറ്റലൈറ്റ് ഭൂമിക്കടിയിലെ ന്യൂട്രേനിയം കണ്ടെത്തുന്നതാണ്. ഇനി മുതൽ നമ്മുടെ നാട്ടിൽ പവർ സപ്ലൈയുടെ പ്രശ്നമുണ്ടാകില്ല. ഇത് നമ്മുടെ നാടിന് വളരെ അത്യാവശ്യമായ കാര്യമാണ്. ഈ സാറ്റലൈറ്റിന് ഒരിക്കലും ന്യൂട്ടറേനിയം മെറ്റലിനെ കണ്ടെത്താനാവില്ല. കാരണം ന്യൂട്ടറേനിയം മെറ്റൽസ് നമ്മുടെ അടുത്തുള്ള മലകളുടെ വശങ്ങളിലാണ് കാണുന്നത്. ആ മെറ്റൽസ് ഞാനാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം ലോകത്തുള്ള പവേഴ്സ് മുഴുവനും എന്റെ കയ്യിൽ വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ടിംബക്ടോ. യെസ് ബോസ്, പറഞ്ഞോളൂ. വേഗം ചെന്ന് ഇടപെട. ആ സാറ്റലൈറ്റ് ഒരിക്കലും സ്പേസിലേക്ക് പോകരുത്. ഞാനൊരു സ്പേസ് ഷട്ടിൽ ശരിയാക്കി വെച്ചിട്ടുണ്ട്. അതിൽ കയറി പോയിക്കോളൂ. ആ സാറ്റലൈറ്റിലെ റോക്കറ്റിന്റെ മെഷീൻ നശിപ്പിച്ചു കളയുക. ബോസ്, അത് ഫുർസത് ഗഞ്ചിന്റെ സാറ്റലൈറ്റ് ആണ്. റോബോബോയ് തീർച്ചയായും അതിന് പ്രൊട്ടക്ഷൻ കൊടുക്കുമെന്നുള്ള കാര്യം ഉറപ്പാ. അവരുടെ സാറ്റലൈറ്റ് നമുക്ക് നശിപ്പിക്കാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ ഷട്ടിൽ നശിച്ചു പോകാൻ ഒരുപാട് സാധ്യതയുണ്ട്. ശബ്ദിക്കരുത്. നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ആസ്ട്രോബോട്ട്. റോബോട്ട്, എന്റെ സ്പേസ് ഷട്ടിൽ കയറി പോകൂ. എന്നിട്ട് ഫുർസത് ഗൻ സാറ്റലൈറ്റിലെ റോക്കറ്റ് മെഷീനെ നശിപ്പിക്കൂ. വേഗം ചെല്ലൂ. ഒരുപക്ഷെ വീർ അതിന്റെ ഇടയ്ക്ക് കയറുകയാണെങ്കിൽ അവന്റെ കഥ കൂടി നീ അങ്ങ് കഴിച്ചേക്ക്. ഇനി ഇവൻ ഫുർസത് ഗഞ്ചിലെ സാറ്റലൈറ്റ് തടഞ്ഞു നിർത്തും. ഇതിനു വേണ്ടി മാത്രമായി ഞാൻ ഉണ്ടാക്കിയ ഒരു സ്പെഷ്യൽ റോബോട്ടാണ് ഇവൻ. You are genius, boss. Super duper genius. She is right, boss. She is right. എമിലി, അത് കണ്ടോ? ഫുർസത് ഗഞ്ചിന്റെ സാറ്റലൈറ്റ് ലോഞ്ച് ആവാൻ പോവുകയാ. സാറ്റലൈറ്റ് അന്തരീക്ഷത്തിൽ എങ്ങനെ പോകുന്നത്? സാറ്റലൈറ്റിന്റെ പുറകിൽ ഒരു റോക്കറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ആ റോക്കറ്റാണ് സാറ്റലൈറ്റിനെ അന്തരീക്ഷത്തിൽ പറത്തുന്നത്. റോക്കറ്റ് ഒന്നും ആവശ്യമില്ലെന്നേ. ഞാൻ വിചാരിച്ച വെറും സാറ്റലൈറ്റിനെ അന്തരീക്ഷത്തിൽ പറപ്പിച്ചേനെ. ചിണ്ടു, ഈ ജോലി സയൻസിന്റെയും സയന്റിസ്റ്റിന്റെയും ആണ്. ഇതിൽ നിന്റെ മാജിക് പവേഴ്സ് ആവശ്യമില്ല. പിന്നെ ഒരു കാര്യം, ഒരുപക്ഷെ നിന്റെ സഹായത്തോടെ സാറ്റലൈറ്റ് മേളിലോട്ട് പോവുകയാണെങ്കിൽ അത് എവിടെ ചെന്ന് എത്തുമെന്ന് ആർക്കും പറയാൻ കഴിയില്ല. നിങ്ങൾ എപ്പോഴും എന്നെ കോമഡിയനാക്കി മാറ്റാണല്ലേ. ഞാൻ ഇവിടുന്ന് പോവാ. കുട്ടികളെ നോക്ക്, കുറച്ച് സമയം കൂടി കഴിഞ്ഞാല് നമ്മുടെ സാറ്റലൈറ്റ് ലോഞ്ച് ആവാൻ പോവുകയാ. ഇതങ്ങ് മുകളിൽ ചെന്നിട്ട് മണ്ണിനടിയിൽ ഒളിഞ്ഞു കിടക്കുന്ന ന്യൂട്രേനിയം എന്ന് പേരുള്ള സ്പെഷ്യൽ മിനറലിനെ കണ്ടെത്തും. ഇത് പ്ലാറ്റിനത്തെയും യുറേനിയത്തെക്കാളും ഒരുപാട് പവറുള്ള സാധന. Okay, gentlemen, 5 seconds to go. 5, 4, 3, 2, 1. ഇപ്പോൾ ആ റോക്കറ്റിന്റെ എഞ്ചിൻ ജാമായി പോകും. നമ്മൾ വിചാരിക്കുന്ന പോലെ ആ റോക്കറ്റ് എവിടെയും പോയി ജാം ആവുകയില്ല. ശരാ, ഇതെന്താ പറ്റിയത്? റോക്കറ്റിന്റെ എഞ്ചിൻ ജാമായെന്നാ തോന്നുന്നത്. തന്നെയല്ല, ആ സാറ്റലൈറ്റ് ഏത് സമയത്തും ക്രാഷ് ആവാൻ സാധ്യതയുണ്ട്. നമ്മുടെ വർഷങ്ങളായുള്ള അധ്വാനം പാഴായി പോവുകയാണ്. അല്പസമയം മുമ്പ് കിട്ടിയ വിവരം അനുസരിച്ച് റോക്കറ്റിന്റെ എഞ്ചിൻ ജാമായി പോയിരിക്കുകയാണ്. സാറ്റലൈറ്റ് ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഫുർസത് ഗഞ്ചിലാണ് അത് വീഴാൻ സാധ്യതയുള്ളത്. അവിടെ ആകെ ബ്ലാസ്റ്റ് ആകുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് കിട്ടുന്നത്. സയന്റിസ്റ്റിന്റെ 10 വർഷത്തെ കഠിനാധ്വാനം വേസ്റ്റ് ആയി പോയി. ഡോണ്ട് വറി അപ്പൂപ്പ, അവരുടെ കഠിനാധ്വാനം വേസ്റ്റ് ആവില്ല. ആസ്ട്രോനോട്ട് സ്യൂട്ട് ഓൺ. എപ്പോഴത്തെയും പോലെ റോബോബോയ് പ്രശ്നം പരിഹരിക്കാനായി എത്തിയിരിക്കുകയാണ്. റോബോബോയ്ക്ക് ഈ റോക്കറ്റിനെ തടഞ്ഞു നിർത്താനാകുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. ആസ്ട്രോബോട്ട്, വീറിന്റെ കഥ അങ്ങ് അവസാനിപ്പിക്കാൻ. ഓക്കേ ബോസ്.
ആരാണ് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത്? ആരാണ് റോബോബോയെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത്? യെസ്, സാറ്റലൈറ്റ് ശരിക്കും ലോഞ്ച് ആയി കഴിഞ്ഞു. സിഗ്നൽസും അയക്കാൻ തുടങ്ങിയിരിക്കുന്നു. വീർ! അപ്പൂപ്പ എന്റെ ബാറ്ററി ലോ ആയിക്കൊണ്ടിരിക്കുക. വീർ ഏതെങ്കിലും സാറ്റലൈറ്റിൽ ചെന്ന് ചാർജ് ചെയ്യ. വേഗം ചെയ്യുമോനെ. ഓ നോ, വീറിന്റെ കയ്യിലെ ബാറ്ററി കണക്ടിംഗ് വയർ പൊട്ടിപ്പോയല്ലോ. വീർ, കണ്ണു തുറന്ന് നോക്ക്. നിന്റെ വയസ്സ് പെട്ടെന്ന് കണക്ട് ചെയ്യുമോനെ. വേഗം ട്രൈ ചെയ്യുമോനെ. വീർ, എത്രയും പെട്ടെന്ന് ഗ്രീൻ ലിക്വിഡ് ബോക്സിൽ ഫുൾ ആകും. പിന്നെ എന്നേക്കുമായി നീ ലിക്വിഡ് ഫ്രീസ് ആയി മാറും. വീർ, എഴുന്നേക്ക്. ആരെങ്കിലും വേഗം ചിണ്ടുനെ വിളിക്കേ. വീർ വിരലിഞ്ഞൊടിച്ചാൽ മാത്രമേ ചിണ്ടുന് വരാൻ പറ്റൂ. ആ കാണുന്ന ഗ്രീൻ ലിക്വിഡ് വളരെ അപകടം പിടിച്ചതാണ്. അത് നമ്മുടെ വീറിനെ ഫ്രീസ് ചെയ്യും. വീറിന്റെ ബാറ്ററി കണക്ഷൻ വയർ ഒന്ന് ചേരുന്നത് വരെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഇനി ഒരേ ഒരു മാർഗമേ ഉള്ളൂ. ആ ലിക്വിഡ് പൊട്ടിപ്പോയ വയേഴ്സിൽ ടച്ച് ചെയ്താൽ ഉടനെ ബാറ്ററി ചാർജ് ആവാൻ തുടങ്ങും. പിന്നെ കുറച്ച് സമയത്തേക്ക് വീറിന് ബോധം തെളിഞ്ഞു കിട്ടുകയും ചെയ്യും. കാരണം ബാറ്ററിയുടെ കറന്റ് ഫ്ലോ ഫുൾ ആകും. ലിക്വിഡ് മുകളിലേക്ക് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. വീർ, ആ റോബോട്ട് സാറ്റലൈറ്റിൽ ബോംബ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. വേഗം ചെല്ല്, അത് അവിടുന്ന് എടുത്ത് മാറ്റ്. വെറും 15 സെക്കൻഡേ നമുക്ക് സമയമുള്ളൂ. നോ, അസ്ട്രോബോട്ട്, വീർ രക്ഷപ്പെടാൻ പാടില്ല. വേഗം.